ഓ ഇത് അന്യായോ ജീപ്പിന് പോകാൻ, ഇവിടെ നിന്ന് കയറാനായിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് കാന്തല്ലൂരിൽ നിന്ന് ഒരു 11 കിലോമീറ്റർ ഉള്ളിലേക്ക് കയറി ഒരു കൊടുങ്കാട്ടിൽ ഒരു ബംഗ്ലാവിലാണോ. അപ്പം അവിടെ ഇന്ന് നമ്മൾ സ്റ്റേയും ചെയ്ത് അവിടുത്തെ ആ ഒരു ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം ഫുള്ള് എക്സ്പ്ലോർ ചെയ്തിട്ട് പിറ്റേന്നാണ് നമ്മൾ റിട്ടേൺ വന്നത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും പോകുന്ന വഴിക്കുള്ള ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ. ഇടുക്കി ജില്ലയും പിന്നെ കാന്തല്ലൂർ അങ്ങ് ടോപ്പുമാണല്ലോ. അപ്പോൾ ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതൊക്കെ ആയിരിക്കും നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്തോ. നമുക്ക് നമ്മുടെ കാന്തല്ലൂർക്ക് വിടാം നേരെ. അപ്പോൾ ഞങ്ങൾ പോകുന്നത് ഇത്രയും പേരാണ്. നമ്മളൊരു ട്രാവലറിനാട്ടോ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഓഫീസിൽ നിന്നുള്ള ട്രിപ്പാണ്. അപ്പോൾ നമ്മളൊരു 13 പേരാണ് ടോട്ടലുള്ളത്. 13 പേർക്കാണ് നമ്മളവിടെ സ്റ്റേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പോകുന്ന ഒരു ബംഗ്ലാവ് ആയതുകൊണ്ട് ഒരു ഒറ്റ ബിൽഡിംഗ് ആട്ടോ. ഒരൊറ്റ ബിൽഡിങ്ങും ഏകദേശം ഒരു 10-20 പേർക്ക് വരെ മാക്സിമം സ്റ്റേ ചെയ്യുക അതിനകത്ത്. അപ്പോൾ ഞങ്ങൾ മൂന്നാറിൽ നിന്ന് നേരെ മറയൂർ റൂട്ടിലേക്ക് കയറി കേട്ടോ. മറയൂർ റൂട്ടിലേക്ക് കയറുമ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ, ഫുള്ള് തേയിലത്തോട്ടങ്ങളായിരിക്കും. അതേപോലെ തന്നെ നല്ല മഞ്ഞും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയത് ആഗസ്റ്റ് മാസമാണ്. അപ്പോൾ അത്യാവശ്യം നല്ല മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമാണ്. അപ്പം മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്ന് പെയ്യണ മഴയില്ല, ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യും, എന്നാൽ കുറച്ച് കഴിയുമ്പോൾ മഴ പോകും. ആ ഒരു ക്ലൈമറ്റാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു കണ്ടീഷൻ കേട്ടോ. അതുകൊണ്ട് തന്നെ മഴ പെയ്ത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ശരിക്കും ഫോഗ് അങ്ങോട്ട് അടിച്ചു കയറി വരും. അതും ഈ തേയിലത്തോട്ടവും പച്ചപ്പും ഒക്കെ കണ്ടു കഴിയുമ്പോഴത്തേനും നല്ല അടിപൊളി ലുക്കാട്ടോ. മൂന്നാർ, മറയൂർ, കാന്തല്ലൂരൊക്കെ പോകുമ്പം അത്യാവശ്യം ഹെവി മഴയുള്ളപ്പോൾ അല്ല, ചെറുതായിട്ട് മഴയൊക്കെ പെയ്ത് തോർന്ന് നിൽക്കുന്ന ആ ഒരു ക്ലൈമറ്റ് കിട്ടുന്ന ടൈമിൽ പോവുകയാണെങ്കിൽ നല്ല പച്ചപ്പുകളും നല്ല ഫോഗുകളും നല്ല ക്ലൈമറ്റും ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു അടിപൊളി സ്ഥലമാണ് മൂന്നാർ, മറയൂർ, കാന്തല്ലൂരൊക്കെ കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ ഡെസ്റ്റിനേഷൻ എത്തി. ബംഗ്ലാവിൻ്റെ തൊട്ടടുത്ത് വരെ നമ്മൾ വന്ന വണ്ടി പോകില്ല കേട്ടോ. നമ്മൾ വന്നാക്കുന്ന വണ്ടി ട്രാവലർ നമ്മളവിടെ പാർക്ക് ചെയ്തിട്ട് ഏകദേശം 2 കിലോമീറ്ററോളം ഓഫ് റോഡാണ്. അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തേക്കുന്ന അവിടെ നിന്ന് തന്നെ ജീപ്പ് സർവീസുകളുണ്ട്. ആ ജീപ്പ് സർവീസ് എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ 2 കിലോമീറ്റർ പോയിട്ട് ബംഗ്ലാവിൽ എത്താനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് നടന്നും പോകട്ടെ, എങ്ങനെ വേണമെങ്കിലും നമുക്ക് പോകാം. ഒരു ജീപ്പിന് അവർ പറയുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 800 രൂപയാണ് വൺ സൈഡ്. അതേപോലെ തന്നെ തിരിച്ചു വരുമ്പോഴും ജീപ്പ് വിളിക്കേണ്ടി വരുമല്ലോ. അപ്പം അങ്ങനെ ആകുമ്പോൾ ഒരു ജീപ്പിന് നമുക്ക് 1600 രൂപയോളം വരും കേട്ടോ, അപ്പ് ആൻഡ് ഡൗൺ. അപ്പം ഈ ഒരു ജീപ്പ് സർവീസും കാര്യങ്ങളും ഒന്നും നമ്മൾ ഈ റിസോർട്ടിന്റെ പാക്കേജിലുള്ളതല്ല. അത് നമ്മൾ സെപ്പറേറ്റ് പേ ചെയ്തിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ജീപ്പ് സർവീസ് എടുത്താൽ മതി കേട്ടോ, അല്ല നമുക്ക് നടന്നു പോയാൽ മതി. ഞങ്ങൾ ട്രക്കിങ് അത്യാവശ്യം ഇഷ്ടമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ജീപ്പ് എടുത്തിട്ട് ആ ജീപ്പിനകത്ത് നമ്മുടെ ലഗേജും കാര്യങ്ങളും എല്ലാം കയറ്റിയതിന് ശേഷം ഒരു 2 പേരെയും കയറ്റിയിട്ട് നമ്മൾ ബംഗ്ലാവിലേക്ക് വിട്ടു കേട്ടോ. ബാക്കിയുള്ളവരാണ് ഇത്രയും പേര്. അപ്പം ഞങ്ങൾക്ക് ട്രക്കിങ്ങിന് പോവുകയാണെങ്കിലും നമുക്ക് ലഗേജൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് ട്രക്ക് ചെയ്ത് നമുക്ക് അവിടെ എത്താനും സാധിക്കും. ഏകദേശം ഒരു 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. 2 കിലോമീറ്റർ ഉള്ളെങ്കിലും കുറച്ച് കുന്നും കയറ്റവും ഓഫ് റോഡും ഒക്കെ ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു വഴിയാട്ടോ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ജീപ്പ് സർവീസ് എടുക്കാതെ നമ്മൾ ട്രക്ക് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. പോണ വഴിക്ക് ഇങ്ങനെ ഒരുപാട് കാഴ്ചകളും ഒക്കെ കണ്ട് നമുക്ക് പോകാനായിട്ടും സാധിക്കും. ട്രാവലറിൽ ഇവിടെ വന്നിറങ്ങിയപ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് മഴ പെയ്തായിരുന്നു കേട്ടോ. മഴയൊക്കെ പെയ്തൊന്ന് തോർന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ നടന്നു തുടങ്ങി കേട്ടോ. അപ്പം ഞങ്ങൾ ഈ ഒരു കോട്ടൊക്കെ മേടിച്ചുകൊണ്ടാണ് വന്നത് മൂന്നാറിൽ നിന്ന്. അപ്പം ഞങ്ങൾ മൂന്നാറൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴും ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഒരു 100 രൂപയുടെ കോട്ടുണ്ടല്ലോ, ഈ പ്ലാസ്റ്റിക്കിൻ്റെ കോട്ട് എല്ലാവർക്കും മേടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അതെന്തായാലും ഉപകാരമായി. നമ്മൾ ഇവിടെ വന്നപ്പോഴും ചെറിയ മഴയുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ടിട്ടാണ് നമ്മുടെ ബംഗ്ലാവിലേക്ക് പോകുന്നത് കേട്ടോ. പോകുന്നത് ഈ കാടിൻ്റെ ഉള്ളിൽക്കൂടെയാണ് ഫുള്ള് പോകുന്നത്. ഇവിടെ വേറെ ബിൽഡിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. പോണ വഴിക്ക് ഒരുപാട് ആനപ്പിണ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിപ്പം ഇവിടെ ഈ നടന്നു പോകുന്ന ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-3:30 ആ ഒരു ടൈമാട്ടോ. ഒരു 5 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ നമുക്ക് ട്രാവലിങ്ങും നടക്കാനും ഒന്നും സമ്മതിക്കില്ല അവർ. അപ്പോൾ അവർ ഫോൺ വിളിച്ച് പറഞ്ഞായിരുന്നു 5 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ റൂട്ടിൽ കൂടെ നമുക്ക് ബംഗ്ലാവിലേക്ക് നടന്നു വരാനായിട്ടൊന്നും സാധിക്കില്ല എന്ന് പറഞ്ഞായിരുന്നു. ആ ഒരു ടൈമിലൊക്കെ ഇതിലെ ആനകളും ബാക്കി ജീവികളും ഒക്കെ ഇറങ്ങുന്ന സമയമാണ്.
ആനയുടെ സ്ഥിരം റൂട്ടാണ് അല്ലേ. അപ്പോൾ ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ വളരെ സേഫാണ്. നമുക്ക് നല്ല ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് വർത്താനം പറഞ്ഞ് അടിപൊളിയായിട്ട് നടന്നു പോകാട്ടോ. പോണ വഴിക്ക് ഒരുപാട് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞില്ല, ഞങ്ങൾ വന്ന ടൈമിൽ ചെറുതായിട്ടൊരു മഴയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ചെറുതായിട്ടുള്ള വെള്ളച്ചാട്ടങ്ങൾ ഒത്തിരി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ 2 കിലോമീറ്ററിനുള്ളിൽ തന്നെ ഒരു 3-4 ചെറിയ വെള്ളച്ചാട്ടങ്ങൾ ഇതേപോലത്തെ നമ്മൾ കണ്ടട്ടോ. നമ്മൾ പോകുമ്പം ആ ഒരു ഫോറസ്റ്റിൻ്റെ ഒരു ആംബിയൻസും കാര്യങ്ങളും പക്ഷികളുടെ സൗണ്ടും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആസ്വദിച്ച് നമുക്ക് ഈ ഒരു 2 കിലോമീറ്റർ നമുക്ക് ഈ ഒരു ബംഗ്ലാവിലേക്ക് ട്രക്ക് ചെയ്ത് പോകാം കേട്ടോ. പിന്നെ നടക്കാനൊക്കെ ഒരുപാട് പറ്റൂല്ലെങ്കിൽ നമുക്ക് ജീപ്പ് സർവീസ് എടുക്കുന്നതാണ് നല്ലത്. അത്യാവശ്യം കുറച്ചൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേനും ഒരുപാട് കല്ലും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് വേണ്ട രീതിയിൽ നമ്മൾ നോക്കിയിട്ട് ജീപ്പ് സർവീസോ അല്ലെങ്കിൽ നമുക്ക് നടന്നോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ആ ബംഗ്ലാവിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഇത് കാണൂല്ലോ ഫുള്ള് പിന്നെ വരണ്ട കിടക്കും. മഴയുണ്ട് മാത്രം വന്നത്. അത് പോയി കാണും. കിലോമീറ്റർ ഇത്ര ടൈം പോയി. റോട്ടിൽ കൂടെ നടന്നു വന്നപ്പോൾ കണ്ട ഒരു കരിന്താളാട്ടോ. ഇതേപോലത്തെ ഒരുപാട് ജീവികളും ആനിമൽസും ഒക്കെ ഓരോരോ സ്ഥലത്തോടെ കാണും. ആനിമൽസിലൊന്നും നമ്മൾ വന്നപ്പോൾ കണ്ടില്ല. വേണ്ട വേണം എടുക്ക നമ്പർ ഇതന്നെ സ്പ്രേ മുഴുവൻ നാഞ്ഞ്. ആ ഇതല്ല ജീപ്പിന്റെ പാട് നോക്കിയാൽ പോയത്. ഇത് ഈ റൂട്ട് തന്നെ അതുണ്ടോ ജീപ്പ് പോയോ? ഈ ഒരു വഴിക്കാണ് ജീപ്പ് പോയത് കേട്ടോ. ആ ജീപ്പ് ഇറങ്ങി വന്ന വഴി നോക്കിക്കുക. ജീപ്പ് ഇറങ്ങി വന്ന വഴി ഫുള്ള് നല്ല ഓഫ് റോഡാണ്. ഫുള്ള് മുഴുവനും പാറക്കല്ലുകൾ ഇട്ടിട്ട് അവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഈ പാറക്കല്ലുകളെല്ലാം ഇവർ തന്നെ ഇട്ട് വെച്ചേക്കുന്നതാണ് തോന്നുന്നത് കേട്ടോ. ചെളി ആയതുകൊണ്ട് വല്ലതും ആയിരിക്കും ഇതേപോലെ ഇങ്ങനെ ഇട്ടേ വെച്ചേക്കുന്നത്. ഇതേ കൂടെയാണ് ആ ജീപ്പ് കയറിപ്പോയത്. അപ്പോൾ ഈ ഒരു ഓഫ് റോഡിൽ കൂടെ ജീപ്പിൽ ഇരിക്കാനും നല്ല പാടാണ്. നല്ല കുലുക്കവും നല്ല തെറിക്കലും ഒക്കെ ആയിരിക്കും ജീപ്പിൽ പോയി കഴിഞ്ഞാൽ. എനിക്ക് തോന്നുന്നു ഇതേപോലത്തെ ഹെവി ആയിട്ടുള്ള ഓഫ് റോഡിലൊക്കെ നമ്മൾ ഇറങ്ങി നടന്നു പോകുന്നത് തന്നെ ആയിരിക്കും സേഫ്. ജീപ്പിലൊക്കെ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ട ഇടിയും ഒക്കെ ആയിട്ട് നല്ല ഷേക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. ഇവിടെ ഇങ്ങനെ നടന്നു പോകുമ്പോഴും റോഡിന് ക്രോസ് ആയിട്ടുണ്ട് ചെറിയ രീതിയിൽ ഇങ്ങനെ വെള്ളം പാസ് ചെയ്ത് പോകുന്നുണ്ട്. അത് ഒരു പാറയുടെ മേളിൽ കൂടെ ആയിട്ട് പോകുന്നത്. പാറയുടെ മേളിൽ കൂടെ പോകുന്നതുകൊണ്ട് തന്നെ പാറകളും റോഡും ഒക്കെ അത്യാവശ്യം നല്ല സ്ലിപ്പറി ആയിട്ട് ഇരിക്കുവാണ്. അപ്പോൾ ട്രക്ക് ചെയ്ത് പോകുമ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് വേണം ഈ ഒരു മഴക്കാലത്ത് പോകുന്ന കേട്ടോ. വേനൽക്കാലം ആ ടൈമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ വെള്ളച്ചാട്ടങ്ങളോ കാര്യങ്ങളോ ഒന്നും കാണാൻ സാധിക്കില്ല. പച്ചപ്പും കുറവായിരിക്കും കേട്ടോ. ഇപ്പം നോക്കിയാൽ ഫുള്ള് മഴയൊക്കെ പെയ്തുകൊണ്ട് തന്നെ പച്ചപ്പ്, നല്ല രീതിയിൽ പച്ചപ്പും ആ ഒരു കാടൊക്കെ നല്ലപോലെ ആയി നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നല്ല രീതിയിലുള്ള വെള്ളച്ചാട്ടവും മഞ്ഞും കാര്യങ്ങളും ഒക്കെ നമുക്ക് ആസ്വദിച്ച് നമുക്ക് ഇതിൽ പോകാനായിട്ട് സാധിക്കും കേട്ടോ. ആ ചൂടാണേ, മഴയത്ത് മാത്രമേ ഇടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര ചൂടടിക്കും. അപ്പോൾ നമ്മൾ ആ ദൂരെ കാണുന്ന ഒരു പാലം ഉണ്ടല്ലോ, ആ പാലം കയറി അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ചും കൂടി ഉള്ളു ഈ ബംഗ്ലാവിലേക്ക് എത്താനായിട്ട്.
അപ്പോൾ നമ്മൾ ജീപ്പ് സർവീസിൽ വരുമ്പം ഈ പാലത്തിൻ്റെ അടിയിലുള്ള വെള്ളം പാസ് ചെയ്ത് പോകുന്നുണ്ടല്ലോ, അതിലെയാണ് ജീപ്പ് പാസ് ചെയ്ത് പോകുന്നത് കേട്ടോ. ഈ പാലം എന്ന് പറഞ്ഞാൽ വീതി കുറഞ്ഞ ചെറിയ പാലം, നടക്കാൻ മാത്രമാണ് സാധിക്കുള്ളൂ. ഈ ഒരു വെള്ളം പോകുന്ന ഇതിൽ ഒരുപാട് വെള്ളം വന്നു കഴിഞ്ഞാൽ നമുക്ക് താഴെക്കൂടെ നടക്കാനായിട്ട് സാധിക്കില്ല. അപ്പം അങ്ങനെയുള്ള കണ്ടീഷനിലൊക്കെ മേളിൽ കയറി പാലത്തിൽ കൂടെ വേണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട്. ഇതിപ്പം ഒരുപാട് വെള്ളം ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് താഴത്തേക്കൂടെ പോകുന്നത് കേട്ടോ. അപ്പോൾ ജീപ്പ് സർവീസ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴും ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ ഇതിലെ ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് കൊണ്ടുപോയി വിടത്തില്ല അവർ. അതിൻ്റെ ഇപ്പുറം ഇറക്കിയതിന് ശേഷം ഈ പാലത്തിൽ കൂടെ നടന്നാണ് നമുക്ക് ബംഗ്ലാവിൽ പോകാൻ പറ്റുള്ളൂ കേട്ടോ. ഈ പാലത്തിൻ്റെ ഇവിടെ നിന്ന് കുറച്ചുള്ളൂ, ഒരു 1/2 കിലോമീറ്റർ താഴെ മാത്രമാണ് ബംഗ്ലാവിലേക്കുള്ളൂ. അതുകൊണ്ട് അത് അത്ര വലിയ പ്രശ്നമായിട്ടൊന്നും വരത്തില്ല. അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ വന്ന ജീപ്പ്, അതായത് ആദ്യമേ പോയ ഒരു ജീപ്പ് പറഞ്ഞില്ല, ആ ജീപ്പ് അങ്ങ് ബംഗ്ലാവിൻ്റെ അടുത്ത് വരെ പോയായിരുന്നു കേട്ടോ. ഞങ്ങളിവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു ഗ്രീനറി ഒക്കെ ഉള്ള നല്ലൊരു കിടിലൻ ഒരു സ്ഥലമാണ് ഈ പാലത്തിൻ്റെ അടുത്ത് കേട്ടോ. കാണുമ്പോൾ തന്നെ ഫുള്ള് സീനറിയും ഫോഗും വെള്ളച്ചാട്ടവും ഒക്കെ ആയിട്ട് നല്ലൊരു പൊളി പ്ലേസ് ആണ് ആ ഒരു പാലവും പാലത്തിൻ്റെ പരിസരവും ഒക്കെ കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇവിടെ നിന്ന് നേരെ നമ്മുടെ ബംഗ്ലാവിലേക്ക് പോയിട്ടോ. ഇവിടെ ഒരു ചെറിയൊരു ബിൽഡിങ് വെച്ചിട്ടുണ്ട്, എന്താണെന്ന് അറിയത്തില്ല, പഴയൊരു ബിൽഡിംഗ് ആണ്. എന്തിനും സാധനങ്ങളും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് അവിടെ കീപ്പ് ചെയ്തേക്കുന്നതായിരിക്കണം. അപ്പം ഇതിൻ്റെ ഇവിടെ നിന്നും കുറച്ചും കൂടെ പോയി കഴിഞ്ഞാലാണ് നമ്മുടെ ആ ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവ് തന്നെ. വർഷങ്ങളോളം പഴക്കമുള്ളൊരു ബ്രിട്ടീഷ് ബംഗ്ലാവിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ ബ്രിട്ടീഷ് ബംഗ്ലാവിൻ്റെ ഭിത്തിയും കാര്യങ്ങളൊക്കെയാണ് ശരിക്കും ബംഗ്ലാവിൻ്റെതായിട്ടുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ടെല്ലാം പുതുക്കി പണിതിട്ട് ഒരു റിസോർട്ട് എന്ന രീതിയിൽ സെറ്റപ്പ് ആക്കിയാണ് ഇപ്പോഴത്തെ കണ്ടീഷനകത്ത് ഇരിക്കുന്നത് കേട്ടോ. ഇവിടുത്തെ ഇതിലും പണിയാണ്. അടിപൊളിയാ. ഇത് നമ്മൾ വന്ന വഴി നോക്കി അമ്മാതിരി ചെളിയുള്ള ആ വെള്ളച്ചാട്ടമാണ് ഈ പാർക്കിന്റെ അടിക്കുന്നത്. ക്യാമറമാനാണ്. ഇവിടെ മിനിമം വരുവാണ് ഒരാഴ്ച നിൽക്കണം അല്ലേ? 2 ദിവസം കഷ്ടപ്പെട്ട് വന്നിട്ട് പുതിയ പിള്ളേർ വിചാരിക്കണോ ഇവന്മാർക്ക് നഷ്ടപ്പെടാൻ പുതിയ പിള്ളേർ വിചാരിക്കണോ. നമ്മുടെ ഡെസ്റ്റിനേഷനായ നമ്മുടെ ബ്രിട്ടീഷ് ബംഗ്ലാവിലേക്ക് എത്താറായി. ആ ബ്രിട്ടീഷ് ബംഗ്ലാവിന്റെ തൊട്ടടുത്തായിട്ട് ഒരു ട്രീ ഹൗസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവര്. ട്രീ ഹൗസിലേക്ക് കയറുന്നത് തന്നെ ഇരുമ്പിന്റെ മറ്റേ കോണി വെച്ചിട്ടാട്ടോ. അപ്പൊ ഈ ട്രീ ഹൗസിനോട് അത്യാവശ്യം ചേർന്ന് തന്നെയാണ് ആ ബ്രിട്ടീഷ് ബംഗ്ലാവ്. നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പം കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ലുക്ക് ആൻഡ് ഫീലിലാണ് ബ്രിട്ടീഷ് ബംഗ്ലാവ് ഇരിക്കുന്നത് കേട്ടോ. മാനൊക്കെ ഉണ്ടല്ലോ. മരത്തിൽ കയറിക്കോ. റേഞ്ച് കൊണ്ട് ഒരു മരം കാണിച്ചിട്ട് ഇതിന് കൊണ്ട് അപ്പോൾ ഇതാണ് ഞങ്ങൾ പറഞ്ഞ ആ ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവ്. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ആ ബ്രിട്ടീഷ് ബംഗ്ലാവിന്റെ ഭിത്തികളും കാര്യങ്ങളും ഒക്കെയാണ് ഈ ബംഗ്ലാവിൻ്റെതായിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാം റെനോവേറ്റ് ചെയ്തിട്ട് ഈ ഒരു സെറ്റപ്പിലാക്കി വെച്ചേക്കുന്ന കേട്ടോ. അപ്പോൾ ഈ ഒരു ബംഗ്ലാവും ഈ ഒരു ബിൽഡിംഗ് ഫുള്ള് നമുക്കായിട്ട് തന്നേക്കുന്നതാണ്. ഒരു 1 ഡേ നമുക്ക് ഒരു ടീംസിന് മാത്രമാണ് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടുത്തെ പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർ ഹെഡ് 1800 ആണ്, ഫുഡ് ഇൻക്ലൂഡഡ് അല്ലാതെ കേട്ടോ. ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് ഈ ഒരു ബംഗ്ലാവിലിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇവരോട് പറയുകയാണെങ്കിൽ ഫുഡും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പാക്കേജ് എടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മൾ ഫുഡ് ഇല്ലാത്ത പാക്കേജ് എടുത്തിട്ട് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള ബാക്കി സാധനങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി മേടിച്ചുകൊണ്ടാണ് വന്നത്. എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു കുക്കുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കിനെയും കൂടെ നമ്മൾ എടുത്തായിരുന്നു. അപ്പോൾ ഒരു കുക്കിനെ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇവർ റേറ്റ് ചെയ്യുന്നത് 1000 രൂപയാണ്. അപ്പോൾ നമ്മൾ 1000 രൂപ എടുത്തിട്ട് കുക്കിനെയും കൂടെ എടുത്തു. ഇവിടെ നമ്മൾ ചിക്കനും കാര്യങ്ങളും എല്ലാം മേടിച്ചുകൊണ്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ മേടിച്ച സാധനങ്ങളെല്ലാം കുക്കിന് കൊടുത്തിട്ട് നമ്മൾ എന്തൊക്കെ ഫുഡ് ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് നമ്മൾ ഇപ്പോൾ ഇരിക്കുന്നത് കേട്ടോ. നമുക്ക് വേണ്ട ഡിഷും കാര്യങ്ങളെല്ലാം കുക്ക് റെഡിയാക്കി വെച്ചോളൂ. കുക്ക് പ്ലസ് കെയർ ടേക്കറും കൂടെയാണ് കേട്ടോ. നല്ല ഹൈറ്റാ. അവിടെ എന്ത് മരമാണോ അത് കായൊക്കെ ഉണ്ടായിരിക്കുന്നത്?
ബാടാ കേറ ബാ. ഗോവിന്ദൊന്നും ആവൂല, ബബിൾ റാപ്പൊക്കെ ചെയ്തോ. കേറുന്നുണ്ടോ? സ്ലോ മോഷനിൽ കേറ്. ഇന്ന് കേറക്കോട്, കേറിക്കോ കേറിക്കോ. ഏറുമാടോ അല്ല, ഭൂമി ഫുള്ള് കുലുക്കുന്ന പോലെ. അവിടെ നേരെ ഫോട്ടോ എടുക്കണം. നീ താഴെ പോയിട്ട് അവിടെ ഫോട്ടോ എടുക്കേ. ഇതാണ് ഇവിടുത്തെ ട്രീ ഹൗസ് കേട്ടോ. അപ്പം ഇതിൻ്റെ ഉള്ളിൽ കയറി സ്റ്റേ ചെയ്യാൻ പറ്റിയ കണ്ടീഷനായിട്ടൊന്നും അല്ല ഇരിക്കുന്നത്. കയറി വേണം നമുക്ക് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാം, കുറേ ഫോട്ടോസൊക്കെ എടുക്കാം. അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് ഇരിക്കുന്നത് കേട്ടോ. നൈറ്റ് സ്റ്റേ ചെയ്യാനോ കാര്യങ്ങളൊന്നും പറ്റില്ല. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ വെള്ളമൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് ചാടുന്ന കണ്ടീഷനാണ് ഇപ്പോൾ ഇരിക്കുന്നത്. എന്നാലും അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്. അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് ഇരിക്കുന്നത്. പിന്നെ ഇതുകൊണ്ട് കച്ചിയില്ല, കച്ചിയൊക്കെയാണ് മേളിക്കൂടെയൊക്കെ ഇട്ടിരിക്കുന്നത്. എല്ലാം കൊണ്ടും നല്ലൊരു ഫീലാട്ടോ ഇതിൻ്റെ ഉള്ളിൽ കയറുന്നത്. നല്ല ഹൈറ്റിലിരിക്കുന്നത്, ഒരു മരത്തിൻ്റെ മുകളിൽ തന്നെയാണ് ഇത് ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവിടെ താഴത്തേക്ക് നോക്കിയാൽ തന്നെ നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ഹൈറ്റൊക്കെ ഒരുപാട് പേടിയുള്ളവർക്ക് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ട്രീ ഹൗസ് കാണാൻ നല്ല ലുക്ക് ആൻഡ് ഫീലാണ്. ആ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ വലിയൊരു മരത്തിൻ്റെ ടോപ്പിലായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കാണാനായിട്ട് അടിപൊളിയാണ്. പിന്നെ ഇവിടെ നോക്കിയാൽ കണ്ടോ, അതാണ് നമ്മുടെ ആ ബ്രിട്ടീഷ് ബംഗ്ലാവ്. ബംഗ്ലാവിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് വലിയ മലയും അതിൻ്റെ മുകളിൽ ഫോഗും മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു അടിപൊളി ഒരു ലൊക്കേഷനിലാണ് ഈ ഒരു ബിൽഡിംഗ് ഇരിക്കുന്നത് കേട്ടോ. ഫുള്ള് ഫോഗാണ്. നൈറ്റൊക്കെ ഫോഗ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു ബിൽഡിംഗ് ഉണ്ടെന്നേ പറയത്തില്ല കേട്ടോ. അതേപോലെ ഫോഗ് കയറും. ഇപ്പം ടൈം ഏകദേശം ഒരു 4 മണി 4:30 ആയിട്ടുണ്ട്. ആ ടൈമിലുള്ള ഒരു ക്ലൈമറ്റാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ചുറ്റുമൊക്കെ നടന്ന് ഫുള്ളൊന്ന് നോക്കുമായിരുന്നു. അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ചുറ്റിനൊക്കെ ഇറങ്ങി നടക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് സ്പേസ് ഉണ്ട്. നമ്മൾ ബംഗ്ലാവിൻ്റെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ ഇതേ നമ്മുടെ പിള്ളേരെല്ലാം അവിടെ ഇങ്ങനെ വന്ന് റെസ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ നമുക്ക് ചായ ഇവിടെ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്ന ഉടനെ തന്നെ നമ്മൾ ചായ കുടിച്ച് കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് ചെയ്ത് വർത്താനൊക്കെ പറഞ്ഞിരിക്കുവാണ്. കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത വ്യൂ ഒക്കെ കാണാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഈവനിങ് ആണ് വന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഈവനിങ് മാക്സിമം നമുക്ക് കാണാൻ പറ്റുന്ന വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാലാണ് നമുക്ക് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇവിടെ നമ്മളെ ഹാളിൽ നിന്ന് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട്. അതിൻ്റെ അപ്പുറമായിട്ടായിരിക്കും നമ്മൾ ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. നൈറ്റ് പുറത്തിറങ്ങിയിരിക്കാനും ഒക്കെ ഉള്ള സ്പേസും കാര്യങ്ങളൊക്കെ അപ്പുറ സൈഡാണ്. അപ്പോൾ ഈ ഒരു ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ 3 ബെഡ്റൂമും ഒരു ഹാളും ഒരു കിച്ചണും ഉള്ള ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഹാളെന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ഹാളാണ്. കിച്ചൺ വരുന്നു കേട്ടോ. അതിൻ്റെ തൊട്ടപ്പുറമായിട്ട് ഒരുപാട് ബെഡുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് ഹാളിലൊക്കെ ബെഡൊക്കെ ഇട്ടിട്ട് അവർ അക്കോമഡേറ്റ് ചെയ്യും കേട്ടോ. അത്യാവശ്യം വലിയൊരു കിച്ചണും അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂമുകളും ഹാളും ഒക്കെ ആട്ടോ. ഇന്നെവിടെ പണി? ഇന്നെവിടെ പണി? അവിടെ ഈ കാട് വെട്ടി തെളിക്കാൻ പോണോ? ചെറിയൊരു കുഴി എടുക്കണം. എന്നെ മൂടാനാണ് നല്ല വഴിയിലാണ്. നമ്മൾ ഇവിടെ വന്ന് ചായ കുടിച്ച് ഒരു 10 മിനിറ്റ് ഇരുന്നതിന് ശേഷം നമ്മൾ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ തൊട്ടപ്പുറം നല്ല അടിപൊളി വ്യൂ കിട്ടുന്ന ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു നമ്മുടെ കെയർ ടേക്കർ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി വ്യൂവും കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മളെല്ലാവരും അങ്ങോട്ടേക്ക് നടന്നു പോവുകയാണ്. അവിടെ അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല ക്ലൈമറ്റൊക്കെ മാറി നല്ല കിടിലം വ്യൂസ് വന്നു തുടങ്ങി കേട്ടോ. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നമുക്ക് ആ വ്യൂ ശരിക്കും കാണാനായിട്ട് സാധിച്ചു. ഫോഗൊന്നും ആ ഒരു ടൈമിൽ വന്നങ്ങ് മൂടിയില്ല കേട്ടോ. എന്നാൽ തന്നെ നമുക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ഫോഗൊക്കെ വന്നായിരുന്നു. പിന്നെ ഇതേപോലത്തെ കണ്ട ഇങ്ങനെ പുല്ലിൻ്റെ ഇടയിൽ കൂടെയാണ് ചെറിയ വഴിയുണ്ട്. ആ വഴിയിൽ കൂടെയാണ് നമ്മൾ പാസ് ചെയ്ത് പോകുന്നത്. എല്ലാം കൊണ്ടും നല്ലൊരു ഫീലാട്ടോ. നമ്മൾ ഇത്രയും ഈ ഇടുക്കിയുടെ മണ്ണിൽ വന്നിട്ട് ഏറ്റവും ടോപ്പിൽ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ, അതായത് കൊടും കാടിൻ്റെ ഉള്ളിൽ ഇത്രയും പ്രോപ്പർട്ടിയുടെ സെൻട്രലായിട്ടൊരു ബ്രിട്ടീഷ് ബംഗ്ലാവ്
അവിടെയൊക്കെ സ്റ്റേ ചെയ്ത് ആ ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഭയങ്കര ഒരു ഫീൽ തന്നെ കേട്ടോ. ഇതാണ് പറഞ്ഞ ഒരു വ്യൂ കിട്ടുന്ന ഒരു സ്പോട്ട് കേട്ടോ. പാറയുടെ അവിടെ നിന്ന് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് മലകളും ഫോഗും മേഘവും ഒക്കെ ആയിട്ട് നല്ല കിടിലൻ ഒരു സ്പോട്ട് തന്നെയാണ് കേട്ടോ ഇത്. ഫോട്ടോ എടുക്കാനും വീഡിയോസിനും ഒക്കെ പറ്റിയ നല്ല കിടിലൻ ക്ലൈമറ്റും സ്പോട്ടുമാണ് ഈ ഒരു ഏരിയ കേട്ടോ. എടാ നീ അവിടെ നിന്ന് നിന്റെ നിപ്പ് ശരിയല്ല, നേരെ നിന്ന് ഇടയ്ക്ക് വെളിച്ചം കയറി കുറച്ചുകൂടെ കാഷ്വൽ ആയിട്ട് നിന്ന് സ്മൈൽ ചെയ്തേ. നിങ്ങൾക്ക് വെള്ളച്ചാട്ടം കുറച്ച് താഴോട്ട് ഇറങ്ങണം, അത് കണ്ടിട്ട് പിന്നെ വൈകിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. എണ്ണുണ്ട് താഴെ പോയാ ആരും നോക്കാനില്ല. എല്ലാരും പോസ് ചെയ്യുന്നു, ക്യാമറ വേണ്ടില്ല, ക്യാമറ എടുത്ത് ഒരാൾ പോസ് ചെയ്യുന്നു. അവരോട് പറഞ്ഞു ഈ സെയിം ഫ്രെയിമിൽ ഓർമ്മ തടിക്കും, വേഗം തടിക്കും. ഓ ടൈമും പോയി, ജസ്റ്റ് ടൈം പോയിട്ടില്ല. 4:49 എത്ര മണി വരെ അവിടെ ഇറങ്ങും? 7 മണി വരെ നമുക്ക് ചാടാവോ? 7 മണി വരെ ഇരുട്ടാവുള്ളൂ. 7 മണി. എടാ നമ്മള് വെള്ളച്ചാട്ടത്തിൽ പോവാണല്ലേ, വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങുന്നുണ്ടോ? ആരും ഇറങ്ങുന്നില്ലേ? നാളെയോ? എടാ അത് ഇറങ്ങുന്നുണ്ടെങ്കിൽ കുളിക്കുന്നുണ്ടെങ്കിൽ 7 മണി വരെ. ഈ ചേട്ടാ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങുന്നുണ്ടെങ്കിലേ നമുക്ക് റൂമിൽ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വരണം. 7 മണിക്കുള്ളില് വെള്ളച്ചാട്ടത്തിൽ പോയിട്ട് കയറി വരണം. ആ ഒരു ടൈമിൽ സെറ്റ് ആയിട്ട് വരണം. ഒന്നര മതി. ഈ വ്യൂ ഫുള്ള് പോയട്ടോ, എന്നാ വ്യൂ ആയിരുന്നല്ലേ, കോടയില്ലാതെ പോകും. രാവിലെ കിട്ടും. ഇവിടുന്ന് അങ്ങോട്ടേക്ക് നല്ലൊരു വ്യൂ ഉണ്ടായിരുന്നു. ബാർബിക്യൂ ഇവിടെ സെറ്റ് ചെയ്യുന്നത് ചേട്ടാ, ഇവിടെ സെറ്റ് ചെയ്യുന്നത്. ഈ പുല്ലിൽ എല്ലാവരും ഫോട്ടോ കിട്ടും. അപ്പം നമ്മൾ കണ്ട പോലെ തന്നെ ഇതാണ് ഇവിടുത്തെ വ്യൂ കിട്ടുന്ന ഒരു കിടിലൻ സ്ഥലം, അതായത് മലയുടെ മുകളിൽ തന്നെ. അപ്പം ഇതിൻ്റെ ഒരു തൊട്ടപ്പുറം ഒരു 100 മീറ്റർ അപ്പുറമായിട്ടാണ് ആ ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവ്, അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു വ്യൂ പോയിന്റ് വരുന്നത് കേട്ടോ. പിന്നെ നല്ല ക്ലൈമറ്റ് കേട്ടോ, ഒരുപാട് തണുത്ത് വിറയ്ക്കുന്ന ഒരു ക്ലൈമറ്റ് ഒന്നും അല്ല, എന്നാൽ തന്നെ നല്ല ഫോഗും ഉണ്ട്, അത്യാവശ്യം നല്ല ഒരു തണുപ്പൊക്കെ ആയിട്ടിരിക്കുന്ന ഒരു ക്ലൈമറ്റാണ് ഈവനിങ് ഈ ഒരു ടൈം കേട്ടോ. ഇപ്പോൾ ഏകദേശം ടൈം ഒരു 5 o'clock സംതിങ് ആയിട്ടുണ്ട്. ചാർജും തീരാറായി. ആണോ? വേറെ ബാറ്ററി ഉണ്ട് കേട്ടോ. കുത്തണ്ട ബാറ്ററി ഉണ്ട് കേട്ടോ, എടുത്താൽ മതി അവിടെ നിന്ന്. ക്ലൈമറ്റ് അല്ല, ക്ലൈമറ്റ് എൻജോയ് ചെയ്യണമെങ്കിൽ രാത്രി ഈ കോട നമ്മുടെ ഫേസിൽ അടിച്ചു പോകണം, ആ ഒരു സെറ്റ് പോകണം. ഇതിപ്പോ ദൂരത്തല്ലേ, നമ്മുടെ മേത്ത് അടിച്ചു പോകുമ്പോ ഒരു ഫീലാ. രാത്രി കിടന്നുറങ്ങാം. ബംഗ്ലാവിൻ്റെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഉള്ളിൽ തന്നെ നല്ല അടിപൊളി ഒരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു പ്രൈവറ്റ് വാട്ടർഫാൾസ് ആണ് അത്. അപ്പോൾ ഇവിടെ വന്നവർക്കൊക്കെ അവിടെ പോയിട്ട് കുളിക്കാനും ഒക്കെ ആയിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ കെയർ ടേക്കർ വന്നിട്ട് നമ്മുടെ ഈ വെള്ളച്ചാട്ടവും നമ്മുടെ വ്യൂ പോയിന്റും അങ്ങനെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ അടുത്തുള്ള സ്ഥലങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തന്നു കേട്ടോ. നമ്മളിനി നേരെ ആ ഒരു വെള്ളച്ചാട്ടത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. വെള്ളച്ചാട്ടം നമുക്ക് ചെന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. പോകുന്ന വഴിക്ക് കണ്ട ഒരു നെല്ലിക്ക മരമാണ്. നെല്ലിക്കൊക്കെ ഒരുപാടുണ്ട്, പക്ഷെ ഒരുപാട് മൂത്തല്ല കേട്ടോ, പിഞ്ച് നെല്ലിക്കയാണ്. പിന്നെ അതിൻ്റെ താഴത്തിൽ കൂടെ ഒരുപാട് നെല്ലിക്കയൊക്കെ വീണ് കിടക്കുന്നു കേട്ടോ.
അപ്പം നമ്മളങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ വെള്ളച്ചാട്ടത്തിലേക്കാണ് പോകുന്നത്. ഇതാണ് നമ്മൾ പോയി ഇരിക്കാൻ പോണേ. അല്ല, ഇത് നമ്മളവിടെ നിന്ന് ഇതേ വെള്ളച്ചാട്ടമില്ലേ ഇതവിടെ, അവിടെ പോയിട്ട് വേണം ചാടാം. അവിടെ വലിയ പ്രശ്നമില്ല. അവിടെ ഇല്ല, ആ കുറ്റിച്ചാടുന്ന അവിടെ നിന്ന് ഒഴുകി പോവില്ല. ഇവിടെ ചാടാൻ പറ്റില്ല. ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു പ്രൈവറ്റ് വാട്ടർഫാൾസ് കേട്ടോ. ഞാൻ ഓൾറെഡി ആദ്യം പറഞ്ഞല്ലോ, കുറച്ച് മുമ്പ് ഇവിടെ മഴ പെയ്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വാട്ടർഫാൾസിലെ വെള്ളം മുഴുവനും കലങ്ങിയാട്ടോ ഇരിക്കുന്നത്. ഇപ്പോഴത്തെ ഈ ഒരു കണ്ടീഷൻ നമുക്കിവിടെ ഇറങ്ങി കുളിക്കാനൊന്നും പറ്റൂല, ഫുള്ള് ചെളി വെള്ളം തന്നെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നിവിടെ ഇറങ്ങുന്നില്ല എന്ന് വെച്ചു. നാളെ രാവിലെ വന്നിട്ട് ഇവിടെ ഇറങ്ങി നോക്കാന്നുള്ള ഒരു കണ്ടീഷൻ നമ്മൾ ഇവിടെ കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോയി കേട്ടോ. ഇപ്പം മഴ പെയ്ത് കഴിഞ്ഞുകൊണ്ട് മാത്രമാണ് ഇവിടെ ചെളിവെള്ളമായി, അല്ലെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് നല്ല കിടിലം വെള്ളം കിട്ടേണ്ട ഒരു സ്ഥലമാണ് ഈ ഒരു വാട്ടർഫാൾസ് കേട്ടോ. അപ്പോൾ നമ്മൾ വാട്ടർഫാൾസും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ നേരെ ഇനി നമ്മുടെ ബംഗ്ലാവിലേക്ക് തിരിച്ചു പോവാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ആ ഒരു കോമ്പൗണ്ടിൽ കൂടെ തന്നെ മലനിരകളും ക്ലൈമറ്റും ഒക്കെ കാണാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ചുമ്മാ നടന്ന് ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ. നമ്മൾ അവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്ത് അവസാനം രാത്രി നമ്മൾ പുറത്ത് ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്ത് പാട്ടൊക്കെ പാടി ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ബാർബിക്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാർബിക്യൂ ഒക്കെ ഒരു ടൈമിൽ അവർ അടിപൊളിയായി സെറ്റാക്കി നമുക്ക് കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ബാർബിക്യൂ കഴിച്ച് നമ്മൾ ക്യാമ്പ് ഫയറിൽ എല്ലാവരും ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നൈറ്റും ഒക്കെ ഒരുപാട് ഒന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ ഓരോരോ ആക്ടിവിറ്റിയിലൊക്കെ ആയിപ്പോയി. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഷൂട്ട് ചെയ്യാനോ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റിയില്ല. നമ്മൾ തിരക്കായി പോയി കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നാളെ രാവിലത്തെ കാഴ്ചകൾ കാണാം കേട്ടോ. മോർണിംഗ് വൈബ്. അപ്പോൾ മോർണിംഗ് നമ്മൾ ജസ്റ്റ് ആ ബിൽഡിങ്ങിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ ചുറ്റും ഒന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഇതാണ് അവസ്ഥ കേട്ടോ. കറക്റ്റ് ഫോഗൊന്നും വന്ന് മൂടാതെ നല്ല ലൈറ്റിങ്ങും ഒക്കെ ആയിട്ട് നല്ല കിടിലം വ്യൂ ആയിട്ടിരിക്കും കേട്ടോ. നമ്മൾ കാണുമ്പോൾ നമുക്കിങ്ങനെ അറിയാമല്ലോ, ഫുള്ള് ഫോഗൊന്നുമില്ല ഇപ്പോൾ മോർണിംഗ് ഒരു 8-9 മണി ആയിട്ടുണ്ട്. ആ ഒരു ടൈമിൽ ഒരു വ്യൂ ആണിത്. ഇപ്പം രാവിലെ മഴയൊന്നും പെയ്യാത്തതുകൊണ്ട് ഫോഗ് ഫുള്ള് പോയിട്ടുണ്ട്. നല്ല ക്ലിയർ വ്യൂ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഫുള്ള് ഫോറസ്റ്റ്. നമ്മൾ അവിടെ നിന്നിട്ട് ഫുള്ളൊന്ന് തല തിരിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് പച്ചപ്പ് നിറഞ്ഞ ഫുള്ള് കാടാട്ടോ. അതിൻ്റെ കൂടെ തന്നെ ആ സ്കൈൻ്റെ നല്ല കിടില ലുക്കും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയാട്ടോ. ഫോറസ്റ്റൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇവിടെ വരുവാണ്, അടിപൊളിയാണ്. അതേപോലെ തന്നെ ക്ലൈമറ്റും നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് മോർണിംഗ് ഞങ്ങൾ വെള്ളച്ചാട്ടത്തിൽ ചാടാനായിട്ട് പോവുകയാണ്. അപ്പോൾ വെള്ളച്ചാട്ടത്തിൽ വെള്ളം എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് ജസ്റ്റ് ആദ്യം പോയി നോക്കണം. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇല്ല, ഞങ്ങളൊരു 3-4 പേര് മാത്രമേ ഉള്ളൂ വെള്ളച്ചാട്ടത്തിൽ ചാടാനായിട്ട് പോകുന്നത് കേട്ടോ. അതെ, കൂണല്ലേ, നല്ല കൂണാണല്ലോ. പോണ വഴിക്കതേ കണ്ട ഒരു കൂണാണിത്. നമ്മൾ സാധാരണ നല്ല കൂണാണിത്, വിഷക്കൂണല്ല. നമ്മൾ സാധാരണ കറി വെക്കുന്ന പോലത്തെ കൂണുണ്ടല്ലോ, അതാണ് തോന്നുന്നത്. ഇതാണിത്. നമ്മൾ ഇന്നലെ കലക്കവെള്ളം കണ്ട വെള്ളച്ചാട്ടം ഉണ്ടല്ലോ, അതാണിത്. ഇപ്പം നല്ല ക്ലിയർ ആയിട്ടിരിക്കുന്ന കേട്ടോ, നല്ല കിടിലോ ആയിട്ടിരിക്കുന്നുണ്ട്. അതേ നമ്മളിങ്ങനെ വെള്ളച്ചാട്ടത്തിലേക്ക് പോയി നേരെ ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനും ഉള്ളത്, നിങ്ങളെ കാണിച്ചു തരാനും ഉള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോക്ക് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഉടനെ വേറൊരു വീഡിയോ കാണാം. ബൈ ബൈ.